അക്കൗണ്ടിന് പൂട്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാളേഷൻ സ്വാതന്ത്ര്യദിനമായ ശനിയാഴ്ച രാവിലെ അപ്രത്യക്ഷമായിരുന്നു. തങ്ങളുടെ ഇൻസ്റ്റാളേഷൻ അക്കൗണ്ട് നീക്കം ചെയ്യപ്പെട്ടതായി CJP തന്നെയാണ് അറിയിച്ചത്. ഇൻസ്റ്റഗ്രാം സ്ഥാപനം തിരിച്ചെടുക്കാൻ തങ്ങൾക്ക് സാധിച്ചുവെന്ന് CJP പിന്നീട് അറിയിക്കുകയും ചെയ്തു. CJPയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നീക്കം ചെയ്യപ്പെട്ടു. CJPയെ എതിർക്കുന്നവർ ഞങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തു എന്നത് എന്തൊരു നാണക്കേടാണ്. ഭീരുത്വം നിറഞ്ഞ ഇത്തരം പ്രവൃത്തികൾക്ക് മുന്നിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇതാണ് CJP എക്സിൽ പോസ്റ്റ് ചെയ്തത്. CJPയുടെ ഇൻസ്റ്റാളേഷൻ അക്കൗണ്ട് നീക്കം ചെയ്തവരെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഭീരുക്കൾ എന്ന് വിളിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പ്രസംഗിക്കുന്നതിന് 2 മണിക്കൂർ മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. നഷ്ടമായ അരമണിക്കൂറിനകം CJPക്ക് അത് വീണ്ടെടുക്കാൻ സാധിച്ചു. നേരത്തെ ജന്തർ മന്ദർ പ്രതിഷേധത്തിന്റെ സമയത്തും CJPയുടെ ഇൻസ്റ്റാഗ്രാമിൽ സമാനമായി നീക്കം ചെയ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ CJPയെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണെന്നും അഭിജിത്ത് ദീപ്കെ അവകാശപ്പെട്ടു. രാവിലെ 6:45 ദീപ്കെ മറ്റൊരു അപ്ഡേറ്റ് നൽകി. CJPയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇന്ന് രാവിലെ നീക്കം ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അക്കൗണ്ട് വിജയകരമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് 2 മണിക്കൂർ മുൻപാണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിൽ ഡൽഹി പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് CJP ആരോപിച്ചു. അക്കൗണ്ട് തിരിച്ചുപിടിച്ചതിനെ തുടർന്ന് സസ്പെൻഷന് പിന്നിലുണ്ടെന്ന് ആരോപിച്ചവരെയാണ് CJP നേതാവ് വിമർശിച്ചത്. CJPയെ എതിർക്കുന്നവർ നമ്മുടെ ശബ്ദം അടിച്ചമർത്താൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം തിരഞ്ഞെടുത്തത് എത്ര ലജ്ജാകരമാണ്. ഭീരുത്വപരമായ പ്രവൃത്തികൾ എന്ന് താൻ വിശേഷിപ്പിച്ച കാര്യങ്ങൾ തന്റെ പ്രസ്ഥാനത്തെ ഭയപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ ജന്തർ മന്ദർ പ്രതിഷേധത്തിനിടെ CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സമാനമായ ഒരു സസ്പെൻഷൻ നേരിട്ടു. അതേസമയം ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ രാജ്യത്തിന് അഭിമാനകരമായ പുതിയ ചരിത്ര നിമിഷങ്ങൾ സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രപരമായ സംഭാവനകളെ സ്മരിച്ചും വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ കുതിപ്പിൽ യുവശക്തിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞും കൊണ്ടാണ് തവണത്തെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. സാധാരണക്കാരായ ജനങ്ങളെയും വിവിധ മേഖലകളിലെ തിളങ്ങിയ പ്രത്യേക വ്യക്തികളെയും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിലാണ് ചടങ്ങുകൾ ആസൂത്രണം ചെയ്തിരുന്നത്. ഇത്തവണത്തെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷവും ചെങ്കോട്ടയിലെ ആദ്യത്തെ ഔദ്യോഗിക വന്ദേമാതര ആലാപനവുമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിലെ ചടങ്ങുകൾ വന്ദേമാതരം പ്രത്യേകമായി ആലപിക്കപ്പെട്ടു. ത്രിവർണ്ണ പതാക ഉയർത്തിയ വേളയിൽ കരസേനയുടെ ബാൻഡ് ഈണത്തിൽ വന്ദേമാതരം മുഴങ്ങുകയും ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവരും ഒരേ സ്വരത്തിൽ അത് ഏറ്റുപാടുകയും ചെയ്തു. തുടർന്ന് വ്യോമസേന Mi-17 ഹെലികോപ്റ്ററുകൾ വേദിക്ക് മുകളിലൂടെ പൂവിതറുകയും ചെയ്തു. പാരമ്പര്യവും ആധുനികതയും ഇഴചേർന്ന ഈ മനോഹര ദൃശ്യം കാണികൾ ആവേശമുണർത്തിയിരുന്നു. രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള 5000 പ്രത്യേക അതിഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ചെങ്കോട്ടയിലെത്തിയിരുന്നു. കർഷകർ, യുവ സംരംഭകർ, ശുചീകരണ തൊഴിലാളികൾ, വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള സാധാരണക്കാരാണ് ഇത്തവണത്തെ അതിഥികളായി പ്രത്യക്ഷണം നേടിയെത്തിയത്. VVIP സംസ്കാരങ്ങൾക്ക് മാറ്റം കുറിച്ച് രാജ്യത്തിന്റെ പുരോഗതിയിൽ പങ്കാളികളാകുന്ന സാധാരണ മനുഷ്യരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ മാതൃക നടപ്പിലാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.